ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇഞ്ചി കൊണ്ടുള്ള ഒരു പച്ചടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇഞ്ചി തൈര്, ഇഞ്ചി പച്ചടി എന്നൊക്കെ പറയും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്, പിന്നെ ഒരു 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ബൗൾ നല്ല കട്ട തൈര്, പുളിയില്ലാത്തത്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നമുക്ക് കുറച്ചുകൂടെ പൊടിയായിട്ട് വേണമെങ്കിലും അരിയാം. പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം ഇതിന്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇച്ചിരി കൂടെ തോനെ ഇടാം. നമ്മൾ പച്ചടിക്കൊക്കെ കടുക് ഇടാറുണ്ടല്ലോ. അപ്പം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയ ഉള്ളി അങ്ങ് കരിഞ്ഞു പോയി കയ്പ്പ് രസം വരും പച്ചടിക്ക്. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മൾ അവസാനം ആകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും. അപ്പം ഇനി പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് നന്നായിട്ടൊന്ന് വാഴട്ടെ. ഇഞ്ചിയൊക്കെ നമ്മുടെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി കരിഞ്ഞു പോകും. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നൊന്ന് ഇറക്കി വെക്കണം. ഇഞ്ചിക്ക് നേരത്തെ ഞാനൊരു അല്പം ഉപ്പിട്ടായിരുന്നു. അത് ഉപ്പിട്ട വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ എല്ലാവരും നേരത്തെ ഒരു നുള്ളുപ്പ് ഇഞ്ചിക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഇളക്കിയത്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. സദ്യക്കൊക്കെ നമുക്ക് ഈ ഇഞ്ചിപ്പച്ചടി വിളമ്പുന്നത് കണ്ടിട്ടില്ലേ? കല്യാണത്തിനൊക്കെ നല്ല രുചിയാണ് ഇതിന്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഇഞ്ചി തൈരാണിത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു. ലാസ്റ്റ് നമ്മൾ കുറച്ച് വറ്റൽമുളകൂടെ താളിച്ചിട്ടേക്കണം.